അപ്പോൾ എനിക്ക് നല്ല വീക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഈ ഭാഗത്താണ് നല്ല വീക്ക്, ശരിക്കും ഒരു നാളികേരത്തിൻ്റെ വലിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് ഓരോ ദിവസം കുറച്ച് ചുരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കാണ് എൻ്റെ ഫ്രണ്ട് ഗോവയിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് അവരുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നല്ല വീക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത്. എനിക്ക് പുതിയ അറിവായിരുന്നു, കാരണം ഇവിടെ ഡോക്ടേഴ്സൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടുമില്ല, പറഞ്ഞ് കേട്ടിട്ടുമില്ല. അപ്പം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തു കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി, കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ടൊക്കെ, കാരണം വേറെ ഒന്നുമില്ല, ഞാനൊരു 4-5 ദിവസം മുമ്പ് പിന്നെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ 2 വീലറിലാണ് പോയത് കേട്ടോ. എനിക്ക് യാതൊരു കുഴപ്പമില്ല, തലചുറ്റലും ഇല്ല, ഒന്നുമില്ല, ഒരു സംഭവമില്ല. ഭയങ്കര എനർജറ്റിക്കായിട്ട് ബാംഗ്ലൂർ പോയി 1 മാസം താമസിച്ച് വന്നതിൻ്റെ എൻജോയ്മെൻറ്റും സന്തോഷമൊക്കെ കൊണ്ട് ഞാനങ്ങനെ അത്രയും എന്താ പറയുക, അത്രയും പോസിറ്റീവായിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഒരു പാലം എത്തിയപ്പോൾ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പുഴയുടെ 2 ഭാഗവും നോക്കി കേട്ടോ. 2 ഭാഗം നോക്കിയപ്പോൾ ഇത്ര 1 മാസമായിട്ട് ഇവിടെ നല്ല മഴയാണെന്നൊക്കെയാണ് എനിക്ക് ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയ വിവരം. ഇത്രയും മഴ പെയ്തിട്ടും വെള്ളമൊന്നും ഇല്ലല്ലോ പുഴയിലെന്ന് ചിന്തിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ആയിട്ടുണ്ടാവും. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് എൻ്റെ ചുറ്റും ആൾക്കാർ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിലാണ്. എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. അവരെൻ്റെ ഫോൺ വാങ്ങുന്നു, എൻ്റെ ലോക്ക് അറിയോ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണോ. പക്ഷെ ഭാഗ്യത്തിന് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ ലോക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അവരെൻ്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു, എല്ലാവരെയും അറിയിച്ചു. ഞാൻ അവരോട് ചോദിച്ചു എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പാലത്തിൻ്റെ അവിടെ വീണ് കിടക്കണമെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഈ ഭാഗത്ത്. ശരിക്കും ഒരു എന്താ പറയുക, നാളികേരം പൊതിച്ചു കഴിഞ്ഞാലുള്ള മഴ ഉണ്ടാവില്ലേ, ഏകദേശം അത്രയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 2 ദിവസമേ കിടന്നുള്ളൂ, കാരണം പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇഞ്ചുറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കിടപ്പ് ഭയങ്കരമായിരുന്നു എന്നാണ് കണ്ടവരെല്ലാവരും പറഞ്ഞത് കേട്ടോ. പക്ഷെ എവിടെയും ഒരു മുറിവോ ഒരു പോറലോ ഒന്നും ഉണ്ടായിരുന്നില്ല. തലയ്ക്ക് മാത്രമാണ് അടി കിട്ടിയത്. പക്ഷെ ഹെൽമെറ്റ് പൊട്ടുകയും ചെയ്തു. എൻ്റെ വണ്ടിക്കും ഒരു കുഴപ്പമില്ല. ഇത് കണ്ടവരാരുമില്ല, ഞാനവിടെ വീണ് കിടക്കുന്നത് കണ്ടവർ മാത്രമേ ഉള്ളൂ. എന്നാൽ എനിക്കും ഓർമ്മയില്ല ഏതെങ്കിലും വണ്ടി വന്ന് എന്നെ ഇടിച്ചതോ അല്ലെങ്കിൽ ഞാൻ ബാലൻസ് തെറ്റി വീഴുന്നതോ. നമ്മൾ സാധാരണ വീഴുമ്പോഴൊക്കെ നമുക്ക് പലപ്പോഴും ഓർമ്മയുണ്ടാവില്ലേ. ഇതങ്ങനെ ഒരു സംഭവമേ എനിക്കറിയില്ല. 2 ദിവസം കിടന്നു, നല്ല മഴയുണ്ടായിരുന്നു. CT സ്കാനിൽ എനിക്ക് കുറച്ച് ക്ലോട്ടിങ് ഉള്ളതായിട്ട്, ഇവിടെ ഇങ്ങനെ ഈ സൈഡ് ക്ലോട്ടിങ് ഉള്ളതായിട്ട് കണ്ടു. ആദ്യത്തെ ദിവസം അവർ ടാബ്ലറ്റൊക്കെ തന്നു, കുറേ മെഡിസിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം കൂടി അത് ഈ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈല്യൂട്ടായിട്ട് പോകുമെന്നാണ് പറഞ്ഞത്. അടുത്ത ദിവസം CT സ്കാൻ നോക്കിയിട്ട് അത് റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം CT സ്കാൻ ചെയ്തു. ഭാഗ്യത്തിന് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അതെല്ലാം മാറി കിട്ടി. വീട്ടിലേക്ക് വന്നു. എന്നാലും ഒരു മന്ദത ഉണ്ട് കേട്ടോ. റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് എനിക്കൊന്ന് പോകണം, ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണണം, ഒന്നുകൂടി CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോകണം. എങ്കിലും വീഡിയോ ഇട്ടിട്ട് കുറേ ആയല്ലോ, ഇനിയിപ്പോൾ അതൊരു എന്തായാലും നിങ്ങളുമായിട്ട് എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതുമല്ല, ഈശ്വരൻ വലിയ ആപത്തൊന്നും കൂടാതെ എന്നെ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ എപ്പോഴും എനിക്ക് ഉണ്ടാകണം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭാവിയിലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് നിങ്ങൾ മനസ്സിലെങ്കിലും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ഒരുപാട് ഫലം കാണുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് എല്ലാവരുടെയും. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഗോവയിൽ നിന്ന് വിളിച്ചത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അതെ ഇത്ര വീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ഐസ് ഉണ്ടല്ലോ, ഐസ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം അത്രേ. ഐസ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ദിവസം 3-4 പ്രാവശ്യം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വീക്കം അങ്ങനെ പോകുന്ന പറയണത്. പക്ഷെ നമ്മളൊന്നും ഇവിടെ ഡോക്ടേഴ്സൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല, ഒരാളും ഇവിടെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ, നമ്മളൊന്നും കേട്ടിട്ടേ ഉണ്ടാവില്ല അല്ലേ. പക്ഷെ അതാണ് സത്യം. ലത ഇനി മുതൽ ആർക്ക് അങ്ങനെ ഒരു വീണിട്ടോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് വീക്കം ഉണ്ടെങ്കിൽ ആ ഒരു ഐസ് വെച്ച് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് ഒരു 3-4 മണിക്കൂർ ഗ്യാപ്പിൽ വെച്ച് കൊടുത്താൽ എത്ര പെട്ടെന്ന് ആ വീക്കം പോകുന്ന നമുക്ക് കാണാവുന്നതാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ
പോയിട്ട് കുറച്ചുകൂടി വീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു 2 പ്രാവശ്യം വെച്ച് കൊടുത്തു, എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു അതിശയമാണ്. നമ്മൾക്കിവിടെ ഡോക്ടേഴ്സൊന്നും പറഞ്ഞു തരാത്ത, അവർ അതിന് പകരം മെഡിസിനാണ് നമുക്ക് തരിക അല്ലേ. ചിലപ്പോൾ അവർ മനഃപൂർവ്വം പറയാത്തതുകൊണ്ടായിരിക്കും, അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്നതുകൊണ്ടായിരിക്കില്ലേ, മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ബാധിക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഡോക്ടർ വളരെ നിസ്സാരമായ നമ്മുടെ വീട്ടിലെ പപ്പായയുടെ ഇല കൊണ്ട് നമ്മുടെ കൗണ്ട് എത്രമാത്രം കൂട്ടാൻ പറ്റുന്നുള്ള സത്യം എത്ര പേർക്ക് അറിയാം? നമ്മളുടെ കൗണ്ട് കുറവാണെന്ന് കാണുമ്പോൾ ആ പപ്പായ ഇല 2-3 ദിവസം പിന്നെ തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ കൗണ്ട് പെട്ടെന്ന് കൂടും. പക്ഷെ ഇത് ഒരു ഡോക്ടേഴ്സും നമുക്ക് പറഞ്ഞു തരില്ല, ഒരു ഡോക്ടേഴ്സും പറഞ്ഞില്ല. പക്ഷെ അത് സത്യമാണ്. എനിക്കറിയാം, ഡെങ്കിപ്പനി വന്നപ്പോൾ ഞാൻ ചെയ്ത് കുടിച്ചതാണ്. 2 ദിവസം കൊണ്ട് എൻ്റെ കൗണ്ട് എത്രമാത്രം 20,000 നിന്ന് 3 ലക്ഷം കൗണ്ടാണ് എനിക്ക് കൂടിയത്. ഒരു ഡോക്ടേഴ്സും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ഇതൊരു സത്യമാണ്. ഇങ്ങനെ നമ്മളറിയാത്ത പല സത്യങ്ങളും, 5 പൈസ ചിലവില്ലാത്ത പല കാര്യങ്ങളും നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ അറിയാവുന്നവരുണ്ട്. ഇതൊക്കെ എപ്പോഴും മനസ്സിൽ നമ്മൾ കുറിച്ച് വെക്കണം, അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കണം. അങ്ങനെ അത് പല പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാം. അല്ല നമ്മൾ ഇപ്പോൾ പറഞ്ഞത് കേട്ട് നമ്മൾ അങ്ങനെ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും ഓർമ്മ ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ഭാവിയിൽ വീണ്ടും നമ്മളുടെ കുട്ടികൾക്ക് വരാം, അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വേണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ എപ്പോഴും ഓർമ്മ വയ്ക്കുക. അറിയാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. കുടുംബത്തിലെ അല്ലെങ്കിൽ മക്കൾക്കോ, ദൂരെ ഇരിക്കുന്ന മക്കൾക്കോ, സഹോദരന്മാർക്കൊക്കെ ഈ ടിപ്സ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെയല്ലേ നമ്മൾക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇത്ര തന്നെ ഞാൻ പറഞ്ഞത്, ഒരുപാട് ഗ്യാപ്പ് വീഡിയോന് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ നിങ്ങളോട് എന്തെങ്കിലും നിങ്ങളുമായിട്ടൊരു എന്താ പറയുക, ഒരു ഷെയർ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങളുടെ കമൻസും എല്ലാം വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കമൻസൊക്കെ ഇടുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.